പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയ എപ്പിസോഡിലെ ഏവർക്കും ഹാർദവമായ സ്വാഗതം. എന്താണ് വിവോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഓസ്ട്രേലിയൻ വിസ എടുത്ത് അതിൻ്റെ പ്രിൻ്റുമായിട്ടായിരിക്കും നമ്മൾ ഒരുപക്ഷെ വരുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ, വിവോ നമ്മൾ ചെയ്തിട്ട് വേണം വരുവാൻ. വിവോ നമ്മൾ ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് വെച്ചിട്ട് എത്ര പേരാണോ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത്, എത്ര പേർക്കാണോ നമുക്ക് റെസിഡൻസി വിസ കിട്ടിയേക്കുന്നത്, ആ വിസയുടെ പ്രിൻ്റ് വിവോ രൂപത്തിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ വരാൻ. വിവോ എന്തിനാണ്? വിവോ നമുക്കിവിടെ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുമ്പോൾ അവർ വിവോ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോൾ നമ്മളോട് വിവോ ആവശ്യപ്പെട്ടു. എന്താണ് വിവോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കും വലിയ ധാരണയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളെ കൂടെ വന്നവരെയൊക്കെ കുറിച്ച് ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് വിവോ എന്താണെന്ന് അവർ പറഞ്ഞു തന്നതനുസരിച്ച് നമ്മളും വിവോ നമ്മൾ ചെയ്തു. അതെങ്ങനെയാണ് ഇപ്പം ഇനി വരുന്നവർക്ക് വേണ്ടി അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളും ഈ വിവോ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ ഈസി ആയിരിക്കും. സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അവിടെ ആവശ്യപ്പെടുമ്പോൾ നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വിവോ ചെയ്യുന്നത്? നമ്മൾ ആദ്യം തന്നെ ഗവൺമെൻറ് സൈറ്റായ ഓസ്ട്രേലിയയുടെ ഗവൺമെൻറ് സൈറ്റായ www.homeaffairs.gov.au എന്ന സൈറ്റിൽ കയറിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് വിശദമായിട്ട് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഗവൺമെൻറ് സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് സെക്കൻഡായിട്ട് കാണാൻ കഴിയുന്നതാണ് വിസ എൻറോൾമെൻറ്റ് വെരിഫിക്കേഷൻ വിവോ എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയിട്ടും നമ്മുടെ വിസ ചെക്ക് വെരിഫിക്കേഷൻ എന്നും പറഞ്ഞ് കാണാൻ പറ്റും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ നമുക്കുള്ള വെരിഫിക്കേഷനായിട്ടുള്ള ഇത് കൊടുക്കണം. നമുക്കുള്ള വെരിഫിക്കേഷൻ കൊടുക്കുന്നത് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടാണ് കൊടുക്കുന്നത്. പാസ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ പാസ്പോർട്ട് നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും TNR നമ്പരും അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വിവോ ചെക്ക് ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ചെക്ക് ലിസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ID-യിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ PDF ആയിട്ടോ കോപ്പി എടുത്ത് വെക്കാവുന്നതാണ്. ഈ ചെക്ക് ലിസ്റ്റാണ് നമുക്ക്